വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകിയ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നാണ് വിവരം. ജയിൽ DIG അജയകുമാർ, ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്തു നിന്ന്. സലീം, ഇക്കാര്യത്തിൽ ഇവരുടെ ഇടപെടൽ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഇവരുടെ വിശദീകരണം എന്തായിരുന്നു? അത് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, ഈ 2 ഉദ്യോഗസ്ഥരും അവരുടെ വിശദീകരണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ ബാത്റൂമിൽ പോകാനുള്ള സഹായമൊക്കെ മാത്രമാണ് ചെയ്തു കൊടുത്തത് എന്നൊക്കെയുള്ള വിചിത്ര വിശദീകരണം ഇവർ നടത്തി എന്നാണ് പറയുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇവർക്കെതിരായി 2 ഉദ്യോഗസ്ഥർക്കുമെതിരായി റിപ്പോർട്ട് സമർപ്പിച്ചത്. ജയിൽ DIG അജയകുമാർ, ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്കാണ് അതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ ജയിലിൽ വഴിവിട്ട സഹായം ചെയ്തു, അത് പണം ജയിലിൽ എത്തിച്ചു നൽകി, ഒപ്പം തന്നെ സന്ദർശകരെ അനാവശ്യമായി അനുവദിച്ചു എന്നതുൾപ്പെടെയുള്ള പരാതികളാണ് ഇവർക്കെതിരെ ഉള്ളത്. അതിൽ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം പോലീസിൽ നിന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജയിൽ വകുപ്പ് വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുകയും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ജയിൽ മേധാവി നേരിട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഈ തുടക്കം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ സഹായിച്ചവർക്കെതിരെയും ഇപ്പോൾ ശക്തമായ നടപടിയുമായി സർക്കാരും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നത്. വിജയകുമാർ. സലീം അലിക്കാണ് വിവരം നൽകിയത്. ജയിൽ DIG അജയകുമാർ, ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി. സ്പെഷ്യൽ ബ്രാഞ്ച് ഇവർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷം ഇവരുടെ വിശദീകരണം തേടി. അത് തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വകുപ്പ് തല നടപടിയിലേക്ക് കടന്നതാണ് ജയിൽ വകുപ്പ്.